പരിശുദ്ധമായ ഖുതുബിയ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആയത്തുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളതാണ്. ഈ ആയത്ത് എന്തിനാണ് ഖുതുബിയ്യത്തിൽ കൊണ്ടുവന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഉലമാക്കൾ, മുൻഗാമികൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്തിൻ്റെ മഹത്വമെങ്ങാനും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയത്തിനെ വിടൂല. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമാണ്, ആവശ്യങ്ങൾ നിറവേറാൻ വളരെ ഉപകാരപ്രദമാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. എന്താണെന്ന് എങ്ങനെയാണെന്നറിയാൻ മജ്‌ലിസ് മുഴുവനായി കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ ആഖിർ നമ്മളോട് വിട പറയാൻ അടുത്തിരിക്കുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളെ നമ്മൾ സ്മരിച്ചതുപോലെ പരിശുദ്ധമായ റബീഉൽ ആഖിറിൽ ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ബഹുമാനപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഔലിയാക്കളെ നമ്മൾ സ്മരിച്ചു. ഔലിയാക്കളുടെ മാസമായി റബീഉൽ ആഖിറിനെ നാം ഉപയോഗപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ രചിക്കപ്പെട്ട ഒരുപാട് മദ്ഹ് ഗ്രന്ഥങ്ങളുണ്ട്. മാല, മൗലിദ്, റാത്തീബ്, ബൈത്ത്, ഇങ്ങനെ തുടങ്ങിയ അതിൽപ്പെട്ട പരിശുദ്ധമായ ഖുതുബിയ്യത്തിനെ കുറിച്ച്, ഖുതുബിയ്യത്ത് ചൊല്ലിയാൽ പരിശുദ്ധമായ ഖുതുബിയ്യത്തിലൂടെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് ബഹുമാനപ്പെട്ടവരെ വിളിച്ചാലുള്ള മഹത്വമൊക്കെ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരുപാട് പേര് ആ നിർദ്ദേശം, ആ ഒരു നസീഹത്ത് കേട്ടുകൊണ്ട് ഖുതുബിയ്യത്ത് ചൊല്ലി എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുതുബിയ്യത്തിലെ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട്. സൂറത്ത് യാസീനിലെ ആയത്താണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളതാണ് ആയത്ത്. ഈ ആയത്ത് 28 തവണ ഖുതുബിയ്യത്തിൽ ചൊല്ലാൻ വേണ്ടി നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ കാലഘട്ടം മുതലേ ചൊല്ലി വരുന്നതാണ്. എന്താണ് അതിൻ്റെ രഹസ്യം? എന്താണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞാൽ? ആ ആയത്തിന് വലിയ മഹത്വമുണ്ടോ? എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? നമ്മൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ മഹത്വം കേട്ടാൽ നമ്മൾ നമ്മുടെ നെഞ്ചോട് അതിനെ ചേർത്ത് പിടിക്കും. അത്ഭുതകരമായൊരായത്താണ്. പരിശുദ്ധമായ ഖുർആനിലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്ത് കേൾക്കാത്തവരുണ്ടാവില്ല. യാസീൻ പോലും ഓതാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇൻഷാ അല്ലാഹ്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്ത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 58-ാമത്തെ ആയത്താണ്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗവാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സലാം എന്നുള്ള വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ സർവരക്ഷയും സമാധാനവും സ്വർഗത്തിൽ അള്ളാഹു സ്വർഗവാസികൾക്ക് നൽകും എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ രക്ഷ, സമാധാനം, സുരക്ഷിതത്വം, അനുഗ്രഹം, കാവല് എന്നുള്ളതൊക്കെ അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ഒരു ആശയമാണ് ഈ ആയത്ത് പറയുന്നത്. ഈ ആയത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ, മുജറബായ അമലുകൾ എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കി റിസൾട്ട് കിട്ടിയ അനുഭവമുള്ള അമലുകൾ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുദ് ദൈറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുജറബാത്തിൽ വിശദീകരിക്കുകയാണ്. പകർച്ചവ്യാധി ഉണ്ടാകുന്ന സമയത്ത്
മഞ്ഞപ്പിത്തമാകട്ടെ, പനിയാകട്ടെ, കോവിഡ് ആകട്ടെ, എന്താകട്ടെ, പകർച്ചവ്യാധി ഉള്ള സമയത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 28 തവണ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പകർച്ചവ്യാധി ബാധിക്കൂല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ, ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഇപ്പോൾ ഫുള്ള് അസുഖങ്ങളാണ്, ഇപ്പൊ ഫുള്ള് പനിയാണ്, എല്ലായിടത്തും വൈറൽ പനികളാണ്, മഞ്ഞപ്പിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്ന ആളുകൾ 28 തവണ ഇത് ചൊല്ലിയിട്ട് പരിപാടിക്ക് പോയാൽ മതി, ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി, യാതൊരു പകർച്ചവ്യാധിയും ഏൽക്കുകയില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ട്, അതൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഹൈറായ ഹലാലായ ആഗ്രഹങ്ങൾ സഫലമാകാൻ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടാൻ നമ്മൾ നിയ്യത്താക്കിയിട്ട് എല്ലാ ദിവസവും 1479 തവണ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ, കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ പതിവാക്കി വരുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം, ജോലി സംബന്ധമായതോ അല്ലെങ്കിൽ വിസ സംബന്ധമായതോ അല്ലെങ്കിൽ പരീക്ഷ സംബന്ധമായതോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ നമ്മൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കി തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ഈ ആയത്ത് 5 തവണ എഴുതിയിട്ട് നാം ചുമന്നു കഴിഞ്ഞാൽ, ആയത്തുകൾ ചുമക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വൃത്തിയില്ലാത്ത ടോയ്ലറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചുമന്നു കഴിഞ്ഞാൽ പകലിലുണ്ടാകുന്ന വിപത്തുകൾ, രാത്രിയിലുണ്ടാകുന്ന വിപത്തുകൾ, അസൂയാലുക്കളുടെ അസൂയ, ശത്രുക്കളുടെ ശർറ്, അതുപോലെ മറ്റുള്ളവരുടെ പക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മെ ബാധിക്കില്ല. അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു മോചനം നൽകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പം രാത്രി ഭയമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ഈ ഒരു അമൽ ചെയ്ത് അത് ശരീരത്തിൽ ചുമന്നുകൊണ്ട് കിടന്നുറങ്ങിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകും, അല്ലാഹു നമുക്ക് സലാമത്ത് നൽകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത്, ഒരു ഉദ്ദേശം നമുക്ക് നടക്കാനുണ്ട്, ഒരു ജോലി നമുക്ക് കിട്ടാനുണ്ട്, ഒരു ഇൻ്റർവ്യൂ പാസ്സാകാനുണ്ട്, ഒരു വീട് പണി പൂർത്തീകരിക്കപ്പെടാനുണ്ട്, ഒരു വാഹനം മേടിക്കാനുണ്ട്, ഒരു സ്ഥലം വിൽക്കാനുണ്ട്, ഒരു വിവാഹം ശരിയാകാനുണ്ട്, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഹൈറോ ഹലാലോ ആയ ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെടാൻ ഈ ആയത്തിനെ നമ്മൾ പ്രത്യേകമായ രൂപത്തിൽ ഓതുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന ഒരു രൂപം എന്നുള്ളത് സൂറത്ത് യാസീൻ ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് യാസീൻ എന്നുള്ള ആയത്ത് നാം 7 തവണ ചൊല്ലുക. എന്നിട്ട് അതിൻ്റെ ശേഷമുള്ള ആയത്തുകൾ ഓതി വരിക. ദാലിക തഖ്ദീറുൽ അസീസിൽ ഹകീം എന്നെത്തുമ്പോൾ ആ ആയത്ത് 14 തവണ ആവർത്തിക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ഓതി വരിക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നെത്തുമ്പോൾ 16 തവണ ആ ആയത്ത് നമ്മൾ ആവർത്തിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഓതുക. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അയ്യഖ്ലുഖ മിസ്ലഹും എന്ന് തുടങ്ങുന്ന ആയത്തെത്തുമ്പോൾ ആ ആയത്ത് 4 തവണ നമ്മൾ ആവർത്തിക്കുക. അതിനുശേഷമുള്ള ആയത്ത് ഓതി യാസീൻ പൂർത്തീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആവശ്യവും പെട്ടെന്ന് നിറവേറി കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്ത് അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ ഒരു അമൽ എന്നുള്ളത് ആവശ്യങ്ങൾ നിറവേറാനും റിസ്ക് വിശാലമാകാനും. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാ യഹ്താജു ഇലൈഹി, മനുഷ്യന് ആവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. നാം എന്തിലേക്കൊക്കെ ആവശ്യമായി വരുന്നു അതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. അതിലൊക്കെ വിശാലത ഉണ്ടാകാൻ, ബറക്കത്ത് ഉണ്ടാകാൻ, ഖൈറുണ്ടാകാൻ, അസൂയാലുകളുടെ അസൂയയിൽ നിന്ന്, സിഹറിൽ നിന്ന്, മറ്റു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകാൻ, നമുക്കൊരു രക്ഷ എല്ലാ കാര്യത്തിലും ഉണ്ടാകാൻ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് നാം ധാരാളം ചൊല്ലിയാൽ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പരിശുദ്ധമായ ഖുത്ബിയത്തിൽ 28 തവണ പറയപ്പെടുന്ന ഈ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന്
പല ആളുകൾക്കും സംശയമുണ്ട്, പല ആളുകളും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ആയത്ത് പ്രത്യേകം എടുത്ത് നമ്മൾ ചർച്ച ചെയ്തത്, അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞത്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉലമാക്കൾ ഏതെങ്കിലും റാത്തീബുകൾക്കിടയിൽ ഏതെങ്കിലും ആയത്തുകളോ സൂറത്തുകളോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് മഹത്വമുണ്ടായിരിക്കും, അതിന് പ്രത്യേകതയുണ്ടായിരിക്കും. ഒന്നും കാണാതെ എന്തെങ്കിലും എഴുതി വെക്കുന്നവരല്ല നമ്മുടെ ഉലമാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കളും നമ്മുടെ മുൻഗാമികളും പൂർവീകരും ജീവിച്ചതുപോലെ ജീവിക്കാനും അവർ ചൊല്ലിയ റാത്തീബുകളും വിറുദുകളും ബൈത്തുകളും മൗലിദുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അവർ പതിവാക്കിയ ആയത്തുകളും ദിക്റുകളൊക്കെ ചേർത്ത് പിടിക്കാനും അവരിഷ്ടപ്പെടാനും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.